അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ പേരിൽ പച്ചക്കള്ളം, അതും ഇമാം ബുഖാരിയുടെ പേരിൽ കളവ്. എടുക്കൂ ബുഖാരി, ആയത്തെടുക്കൂ, അതുപോലെ ബുഖാരി എടുക്കൂ. നിങ്ങൾ എന്താ വിചാരിച്ചത് കേസും കൊണ്ട് പോകാമെന്നോ? അടുത്ത എന്റെ ചോദ്യം കേട്ടോ. ആയത്തെടുക്കൂ, ബുഖാരി എടുക്കൂ. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ പേരിൽ കളവ്. നിങ്ങൾ വിടൂല. ഞങ്ങൾ നിങ്ങളുടെ പേര് മുജാഹിദ് മാറ്റി ഖുറാഫിയൻ ആക്കാത്തിടത്തോളം കാലം വിടില്ല ഞങ്ങൾ. നിങ്ങളെ ചേകനൂരിലേക്ക് സ്വാഗതം ചെയ്ത വെറുതെ അല്ല, അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ചോദ്യം ബുഖാരി വായിച്ചു, ഇത് നിങ്ങൾ വായിച്ചല്ലോ, ഇത് നിങ്ങൾക്ക് വേണ്ടി വരില്ല. അതുകൊണ്ട് ഹാർമോണിയം എവിടെ, പാട്ട് എവിടെ? പിന്നെ തെളിവ് കൊടുത്ത പാട്ട് പാടി. ഓ മൗലവി, പാട്ട് പാടലും ഹാർമോണിയക്കലും ഒന്നാ. നിങ്ങൾക്ക് പാട്ടും തിരിഞ്ഞിട്ടില്ല, സംഗീതം തിരിഞ്ഞിട്ടില്ല, ഖുർആനും തിരിഞ്ഞിട്ടില്ല, ഒന്നും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ അടുത്ത ചോദ്യം, ഈ നിങ്ങൾ വായിച്ചതിന് തന്നെയാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് ലത്തീഫ് മൗലവി ശരിക്കും ബുഖാരി നോക്കിക്കോളൂ. അടുത്ത ചോദ്യം ഇതാണ്. ഈ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരും അത് പിന്നെ യാതൊരു സംഗീതോപകരണം ഇസ്ലാം വിരോധിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സഹാബിമാരുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം കൊണ്ട് പാട്ട് പാടാറുണ്ട്. ബുഖാരി കൊടുത്തിട്ടുണ്ട്. ഏതാണ് ബുഖാരി? ബുഖാരിലെ ഹദീസ് വായിക്കൂ. ഇത് മൻഹജാണ്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിലും നിങ്ങൾ കളവ് പറഞ്ഞു, സഹീഹുൽ ബുഖാരിയുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു. ഇവിടെ വിഷയം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന, ഈ സ്റ്റേജിലെ ബാനറിൽ എഴുതി വച്ചിരിക്കുന്ന വിഷയം 2002 പിളർപ്പിന് കാരണമായിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങൾ എന്നാണ്. ഇതുവരെ ലഭിച്ചിരിക്കുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്തി പോലും ആ വിഷയത്തിൽ ഒരു ചോദ്യം പോലും ഉന്നയിക്കുവാൻ മറുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു ചോദ്യം പോലും ഉന്നയിച്ചിട്ടില്ല. 2009 ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആദർശ വ്യതിയാന ആരോപണങ്ങളെ കുറിച്ച് ഒരു ചോദ്യം പോലും ഇല്ല. പിന്നെ ചോദ്യം എവിടുന്ന? 2011 വിഷയങ്ങളിലെ ചോദ്യം, 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ, ആ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്കാണ് 8-ാം തീയതി വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ബുഖാരിയിലെ ഹദീസുകൾ കൊണ്ടുതരാം, ബുഖാരിയിലെ ഹദീസ് കൊണ്ടുതരാം. പക്ഷേ കാത്തിരിക്കണം 8-ാം തീയതി വരെ. അവിടെയാണ് വ്യവസ്ഥ, ഇന്നല്ല. മൂപ്പര് പറഞ്ഞു ഹദീസ് അടുത്ത സംവാദത്തിൽ കൊണ്ടുവരും. ആയത്തെടുക്കി ഖുർആൻ ഞങ്ങൾ മധ്യസ്ഥന്മാരുടെ കയ്യിൽ കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആന്റെ പേര് ഞങ്ങൾ കളവ് പറഞ്ഞു. വിടൂല ഞങ്ങള്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേര് കളവ് പറഞ്ഞു. ആ ഖുർആന്റെ അത് തരാൻ ആയത്തുമുണ്ടല്ലോ, അവിടെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, കൊടുത്തോളൂ. അത് ഹദീസ് തരണേ കുറച്ച് പണിണ്ടാവും. ഇൻഷാ അല്ലാഹ് അടുത്ത സംവാദം ഞങ്ങൾ ചോദിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ വിടൂല ഞങ്ങള്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. ആയത്തോത് മൗലവി, നിങ്ങൾ എന്താ വിചാരിച്ചത്?